ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിതാ കാസർഗോഡ് പോവുകയാണ്. അപ്പോൾ ഇത് ഏട്ടൻ ഇവക്ക് വേണ്ടിയിട്ട് സേവ് ചെയ്ത ക്യാഷാണ്. മറ്റേ ആ ഒരു ഡബ്ബിയിൽ ക്യാഷ് അവൻ ഇട്ടുകൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് എക്സ്ചേഞ്ച് ചെയ്തു അവൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ. അപ്പോൾ 3000 റുപ്പീസ് ആയിരുന്നു അതിലുണ്ടായിരുന്നത്. 3000 അല്ല, അതിനേക്കാളും കുറച്ച് കൂടുതലുണ്ടായിരുന്നു. പിന്നെ റൗണ്ട് ആക്കിയിട്ട് 3000 നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങി. അപ്പോൾ കിയാരയ്ക്ക് നല്ല ഉറക്കമാണ് അത് കഴിഞ്ഞ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ പോകുന്നുള്ളതാണ് കാസർഗോഡിലോട്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ഈ റോട്ടിൽ പോകാൻ നല്ല അടിപൊളിയാണ്. ഇപ്പോൾ കുറേ ആയി ഈ വഴി വന്നിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ആസ്വദിച്ച് പോകുമ്പോൾ ഉണ്ടല്ലോ, കാസർഗോഡ് ടൗണിലേക്ക് എത്തേണ്ട റോഡിലേക്ക് നമ്മൾ മാറണം. അപ്പോൾ അത് നമ്മൾ മാറിയിട്ടില്ല. കാരണം എന്നോട് നോക്ക് പറയുന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്കൊന്നും കണ്ടിട്ടൊന്നുമില്ല. ഇപ്പോൾ നമ്മളിതാ പുതിയ ബസ് സ്റ്റാൻഡൊക്കെ കഴിഞ്ഞിട്ട് ഇനി വിദ്യാനഗറിൽ പോകണം. വിദ്യാനഗറിൽ നിന്ന് നമ്മൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരണം. സ്മാർട്ട് ബസ്സാറെല്ലാം കഴിഞ്ഞല്ലോ. അതല്ല ഇപ്പൊ നമുക്ക് ഏടാ പോണ്ടത്? ഇപ്പൊ നമുക്ക് സിറ്റി ഗോൾഡ് പ്രസ് ക്ലബിലാണ്. മര്യാദക്ക് അടുന്ന് ടേൺ ആക്കിട്ട് പോയി. നിങ്ങേത് ബോർഡ് നോക്കാൻ പറഞ്ഞേ എന്നോട്? ആ ബോർഡാ അല്ല കാസർഗോഡ് വേ കാണിക്കുന്ന ബോർഡാ? ഏരിയ എന്നല്ലേ ഞാൻ പറഞ്ഞത്? ഒരു ചുറ്റിട്ട പോലെ രണ്ടുപേർക്കും അബദ്ധം പറ്റിയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം എന്നോട് പറയുന്നുണ്ടായിരുന്നത് ബോർഡ് നോക്കുന്നു. അപ്പം ഞാൻ മറ്റേ സ്ഥലത്തിൻ്റെ ബോർഡ് ഏരിയയിലെത്തി നോക്കി ഞാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് ഈ റോഡിൽ തന്നെ വിദ്യാനഗറിൽ വരെ പോവാമല്ലോ. കാരണം ഇങ്ങനെ റോഡായതിനു ശേഷം ഇതുവരെ പോയിട്ടില്ല. നല്ല അടിപൊളി റോഡായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആദ്യം നേരെ വന്നത് പ്രസ് ക്ലബ്ബ് ജംഗ്ഷൻ്റെ അവിടേക്കാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഒരു ഷോപ്പിൽ പോവും. അപ്പോൾ എവിടേക്കാന്ന് വെച്ചാൽ കിയാരേൻ്റെ ബർത്ത്ഡേ ഷൂട്ടിനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ്. അപ്പോൾ ഇവളുറക്കൊക്കെ എഴുന്നേറ്റു. അപ്പോൾ അവർ ഫ്ലവറൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളി സാധനമൊക്കെ ഉണ്ട് ഇവിടെ, എന്ത് വേണേലും ഉണ്ട്. കുറേ വണ്ണിൻ്റെ വെറൈറ്റീസ് ആയിട്ടുള്ള ഐറ്റംസും ഉണ്ട്, കുറേ ഫ്ലവേഴ്സും ഉണ്ട്, പിന്നെ കുറേ സൈക്കിൾ പോലത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു കൂട കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. കിയാരയും അത് പിടിച്ചിട്ട് കുറച്ച് സമയം ഉണ്ടായിരുന്നു. ഹസ്ബൻഡിനും അത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ട് മനസ്സിൽ അത് വേണോ വേണ്ടയോ എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ തൽക്കാലം അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ ഇതാ ഇവളെ ഒന്ന് ഇരുത്തി നോക്കുകയാണ് ആള് എങ്ങനെ ഉണ്ടാവും, ഷൂട്ടിൻ്റെ സമയത്ത് എങ്ങനെ ഉണ്ടാവും നോക്കാൻ വേണ്ടി. ചെയറിൽ ഇരിക്കുമോ ഇല്ലയോ എന്നുള്ള ആ ഒരു ഇതിൽ. പക്ഷെ ഇപ്പം ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചെയറിൽ ഇവക്ക് ഇരിക്കാൻ കുറച്ച് കംഫർട്ട് ഇല്ലാത്തതുപോലെ തോന്നി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയർ ഒന്ന് മാറ്റി. അപ്പോൾ അവിടെ നിന്ന് അതൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അങ്ങോട്ട് വന്നു. ഹസ്ബൻഡ് ഇതാ വണ്ടി പാർക്ക് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വന്നത് സിൽവറിൻ്റെ ഷോപ്പിലേക്കാണ്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങുന്നത്. ഇത് ഞാൻ മറച്ചുള്ളത് ഇതിനേക്കാളും വലുതായിരുന്നു. അപ്പോൾ ആ ഒരു പാദസരമാണ് ഏട്ടൻ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അത്, കുറേ ഇങ്ങനെ മണിയൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ അത് വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീടെത്താറായി.
വരുമ്പോൾ കുറച്ച് റോളും പപ്സും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിക്കുന്നുള്ളതാണ്. അപ്പോൾ കിയാരയ്ക്ക് നല്ല ഉറക്കമാണ്. വന്നപ്പാട് തന്നെ അവൾ അവിടെ കിടത്തി. ഹസ്ബൻഡ് ഇപ്പോൾ ഷോപ്പിലോട്ട് പോകും. അപ്പം അത്രയേ ഉള്ളൂ. ബായ്.